അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് കൃഷിഭൂമി വനമാക്കാനുള്ള സംഘടിത നീക്കത്തിനെതിരെയുള്ള കർഷക പ്രതിരോധത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രബന്ധവുമായി കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ PR സന്തോഷ്. ഏറ്റവും ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ കർഷക സുഹൃത്തുക്കളെ, CHR സംബന്ധമായ ഏലമലക്കാടുകൾ സംബന്ധമായ കേസിൻ്റെ നാൾവഴികൾ നിങ്ങളെ ഏകദേശ രൂപത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഈ കേസുമായി എല്ലാം ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയോര മേഖലയെ ആകെ നിയമക്കുരുക്കിൽപ്പെടുത്തി കാലങ്ങളായി എൻ്റെയൊക്കെ മുതുമുത്തച്ഛന്മാർ തന്നെ വിലയ്ക്ക് വാങ്ങി കൃഷി ചെയ്ത ഭൂമിയിലാണ് ഞങ്ങളിപ്പോഴും വസിക്കുന്നത്. എന്നിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ കൈവശം വെച്ച് കൃഷി ചെയ്യുന്ന ഈ ഭൂമിയെല്ലാം ഉൾപ്പെടുന്ന പ്രദേശം വനമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ചില, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കപട പരിസ്ഥിതിവാദികൾ നയിക്കുന്ന ചില കേസുകൾക്കെതിരെ നിരന്തരമായ ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വെറുതെ അതങ്ങ് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കൃത്യമായി ഞാൻ ആ കേസിനെ സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങ് വായിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സൗകര്യം. പ്രിയപ്പെട്ടവരെ, ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, ഇടുക്കി, ദേവികുളം, പീരുമേട് താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്നതും തോട്ടങ്ങളും കൃഷിഭൂമികളും ടൗൺഷിപ്പുകളും ജനവാസ മേഖലകളും ഉൾക്കൊള്ളുന്ന റവന്യൂ ഭൂമിയായ കാർഡമം ഹിൽ റിസർവ് എന്ന് വിളിക്കപ്പെടുന്ന ഏലമലകൾ ഒന്നാകെ വനഭൂമിയാക്കി മാറ്റുന്നതിനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തീവ്ര പരിസ്ഥിതി സംഘടനകളും ചേർന്ന ഒരു ഗൂഢസംഘം തികച്ചും ആസൂത്രിതമായി നടത്തിവരുന്ന ശ്രമങ്ങളെ ചെറുക്കുന്നതിനായി കർഷകരും കർഷക സംഘടനകളും ജനപ്രതിനിധികളും വ്യാപാര സമൂഹവും വിവിധ സാമൂഹിക രാഷ്ട്രീയ മതസംഘടനകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഏലം കർഷക സംഘടനയുടെ കൂട്ടായ്മയും ജില്ലയിലെ പ്രമുഖ ഏലം കർഷകർ നേതൃത്വം നൽകുന്നതുമായ കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ മഹത്തായ കർഷക ഉച്ചകോടിക്ക് മുൻകൈയെടുത്ത എല്ലാ കർഷക നേതാക്കന്മാരെയും അഭിനന്ദിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. 1822 അന്നത്തെ തിരുവിതാംകൂർ മഹാറാണി സേതു പാർവതിഭായ് ഒരു രാജകീയ വിളംബരത്തിലൂടെ ഹൈറേഞ്ചിലെ ഏലം കൃഷിയെയും കർഷകരെയും ഔദ്യോഗികമായി അംഗീകരിച്ചതു മുതൽ നാളിതുവരെ നിരവധിയായ രാജവിളംബരങ്ങളും ഉത്തരവുകളും നിയമനിർമ്മാണങ്ങളും കുടിയിരുത്തലുകളും നടത്തിയിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയായിരുന്നു എന്നതാണ് വസ്തുത. അന്ന് ഏലത്തിൻ്റെയും കുരുമുളകിൻ്റെയും കയറ്റുമതിയിൽ കൂടി ലഭിച്ചിരുന്ന പണമാണ് ഖജനാവ് നിറച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിനായി നാടിനെയും ജനങ്ങളെയും ഒറ്റുകൊടുക്കുകയും തീറും പണയവും വയ്ക്കുക വഴിയാണ് ലഭിക്കുന്നത്. തിരുവിതാംകൂർ സർക്കാർ 1897 15,720 ഏക്കർ സ്ഥലം അതിൻ്റെ 2ാം റെഗുലേഷൻ 18ാം വകുപ്പ് അനുസരിച്ച് ഒരു ഒഴിപ്പിക്കപ്പെട്ട വനമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജവിളംബരം അതിനെ തിരുത്തി 2,15,720 ഏക്കർ എന്നാക്കിയ ഒരു വ്യാജരേഖയുണ്ടാക്കി തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വൺ എർത്ത് വൺ ലൈഫ് എന്ന ഒരു സംഘടന സുപ്രീം കോടതിയുടെ സെൻട്രൽ എംപവർമെന്റ് കമ്മിറ്റി മുമ്പാകെ നൽകിയ പരാതിയിൽ ഇപ്പോൾ അന്തിമവാദം നടന്നു വരികയാണ്. TN ഗോതോർമൻ തിരുമുൽപ്പാട് ഇന്ത്യ ഗവൺമെന്റിനും മറ്റും എതിരായി നൽകിയ 1995 202ാം നമ്പർ കേസിന്റെ ഭാഗമായിട്ടാണ് ഈ കേസും വരുന്നത്. 2 നൂറ്റാണ്ടുകളായി ഏലം കൃഷി ചെയ്തു വരുന്ന ഏലമലകൾ റിസർവ് വനമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് എന്നും ഈ രാജവിളംബരം 2,15,720 ഏക്കർ വിസ്തൃതിയുള്ള കാർഡമം ഹിൽ റിസർവ് പൂർണ്ണമായും 1980 വന നിയമം ബാധകമായ റിസർവ് വനമാണ് എന്നും ഏലം കൃഷി ഒരു വനേതര പ്രവർത്തനമാണെന്നും കേന്ദ്ര അനുമതി വാങ്ങാതെ 1980 ശേഷം CHRൽ നടത്തിയ എല്ലാ കൈമാറ്റങ്ങളും പാട്ടങ്ങളും പട്ടയങ്ങളും റദ്ദു ചെയ്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്നും വനം വകുപ്പിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് മാത്രമേ ഇവിടെ തുടർ പ്രവൃത്തികൾ അനുവദിക്കാവൂ എന്നുമാണ് സെൻട്രൽ എംപവർമെന്റ് കമ്മിറ്റി മുൻപാകെ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്ന ആളുകളെയോ ജനപ്രതിനിധികളോ അറിയിക്കാതെ പരിസ്ഥിതി സംഘടനകളെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും കൂട്ടി 2004 ഈ സെൻട്രൽ എംപവർമെന്റ് കമ്മിറ്റി സ്ഥല സന്ദർശനം നടത്തിയതായി രേഖകളുണ്ടായി. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി പകർത്തി എഴുതുകയും അതിന് പിൻബലമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ രേഖകളും ചേർത്ത് CHR ആകെ 1980 വനസംരക്ഷണ നിയമം ബാധകമായ പ്രദേശമായി പ്രഖ്യാപിച്ച് വനനിയമം അതേപടി നടപ്പിലാക്കണമെന്ന ശുപാർശയോടുകൂടി 2005 റിപ്പോർട്ട് സമർപ്പിച്ചു. CUCയുടെ ഈ റിപ്പോർട്ട് 1408/2005 സുപ്രീം കോടതി ഫയലിൽ സ്വീകരിക്കുകയും അതിൻ്റെ അന്തിമവാദം നടന്നു വരികയുമാണ്. സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ച CEC റിപ്പോർട്ടിന് അടിസ്ഥാനമായ രാജവിളംബരത്തിൻ്റെ പകർപ്പ് വ്യാജമാണ് എന്നും ഇതിന്മേൽ നടപടി ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച്
ഏലം കർഷക സംഘടനകൾ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് അഫിഡവിറ്റ് സമർപ്പിക്കുകയുണ്ടായി. 2006 തന്നെ രാജവിളംബരത്തിന്റെ പകർപ്പ് സെൻട്രൽ ആർക്കൈവ്സിൽ നിന്ന് ലഭ്യമാക്കി സുപ്രീം കോടതിയിൽ വിശദമായ അഫിഡവിറ്റ് സമർപ്പിക്കുകയും ചെയ്തതാണ്. CHR എന്ന് അറിയപ്പെടുന്ന ഏലമലകൾ പൂർണ്ണമായി റവന്യൂ ഭൂമിയാണെന്നും 1958 നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ പ്രദേശത്തെ ഭൂമിയുടെ പരിപൂർണ അവകാശം റവന്യൂ വകുപ്പിന് നൽകിയിട്ടുള്ളതാണെന്നും ഫോറസ്റ്റിന് മരങ്ങളുടെ സംരക്ഷണാവകാശം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും കേരള സർക്കാർ 2007 സുപ്രീം കോടതിയിൽ ഇതേ കേസിൽ അഫിഡവിറ്റ് നൽകിയിട്ടുള്ളതാണ്. 2007 മുതൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഈ കേസിൽ ഏലം കർഷക സംഘടനകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ സഹായിക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാകുന്ന അഡ്വക്കേറ്റ് റോയ് എബ്രഹാമും സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വി ഗിരിയുമാണ്. 2 മാസങ്ങൾക്ക് മുൻപ് നടന്ന പ്രാഥമിക വാദത്തിൽ പരിസ്ഥിതി സംഘടന നൽകിയ വ്യാജരേഖയുടെ അസൽ ഹാജരാക്കുന്നതിന് അവർക്ക് നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും തുടർന്ന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന 470 പേജുകളുള്ള ഒരു അഫിഡവിറ്റും അനുബന്ധ രേഖകളുമാണ് ഫെബ്രുവരി മാസം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ഈ കേസിൽ നിങ്ങൾ ഹാജരാക്കിയിരിക്കുന്ന ഈ 2,15,720 എന്ന് പറയുന്ന ഈ രേഖ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്, ഏതാണ് ഇതിന്റെ സോഴ്സ് ഓഫ് ഒറിജിൻ, ഇതിന്റെ ആധികാരികത ബോധ്യപ്പെടണം എന്ന ഒറ്റ ചോദ്യം ചോദിച്ചതിന്റെ ഉത്തരവാണ് 470 പേജുള്ള ഒരു അഫിഡവിറ്റ് ആയിട്ട് ഒരു സുപ്രീം കോടതിയിൽ മറുപടിയായി സമർപ്പിച്ചത്. ഈ പരിസ്ഥിതി സംഘടനയ്ക്ക് വനം വകുപ്പിൽ നിന്നും ചില രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വഴിവിട്ട സഹായം തെളിയിക്കുന്ന രേഖകളാണ് ഈ കേസിന്റെ ഭാഗമായി അവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഏലമലകൾ വനമാണ് എന്ന് സ്ഥാപിക്കുന്നതിനായി വനം വകുപ്പ് 2007 നൽകിയ സർവേ മാപ്പ് ഏലമലകളിൽ 15,720 ഏക്കർ മാത്രമേ വനം ഉള്ളൂ എന്ന് നിഷേധിക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് ലോ സെക്രട്ടറിമാർക്ക് നൽകിയ നോട്ടിന്റെ പകർപ്പ് ചില രാഷ്ട്രീയ നേതാക്കൾ ഏലമല റിസർവ് വനമാക്കി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് തുടങ്ങിയവയും ഈ അഫിഡവിറ്റിന്റെ അനുബന്ധ രേഖകളായി ചേർത്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഏലമലകളെ റിസർവ് വനമായി ചിത്രീകരിച്ചുകൊണ്ട് കേരള വനം വന്യജീവി വകുപ്പ് തയ്യാറാക്കി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ കൊണ്ട് അംഗീകരിപ്പിച്ച 2019 വർഷത്തെ മൂന്നാർ ഡിവിഷന്റെ വർക്കിംഗ് പ്ലാനും ഈ അഫിഡവിറ്റിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. 2 ലക്ഷത്തിലധികം വരുന്ന ഏലം കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും വ്യാപാരി സമൂഹത്തിന്റെയും ജീവനോപാധിയായ ഏലം കൃഷി ഇല്ലാതാക്കാനും 1905 1935 കാർഡമോർ റൂൾസ്, പുതുവൽ റൂൾസ്, 1964 ഭൂപതിവ് ചട്ടം, ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം, 1993 സ്പെഷ്യൽ റൂൾസ് എന്നിവ പ്രകാരം പട്ടയം നൽകിയതും 1961 ഏല കുത്തകപ്പാട്ട നിയമപ്രകാരം പാട്ടം നൽകിയിട്ടുള്ളതുമായ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയിൽ പല തലമുറകളായി താമസിച്ച് കൃഷി ചെയ്തു വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ സുപ്രീം കോടതി ഉത്തരവിലൂടെ നിരാലംബരാക്കി മാറ്റുവാനാണ് പരിസ്ഥിതി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുകെട്ട് കഴിഞ്ഞ് 25 വർഷമായി പരിശ്രമിച്ചു വരുന്നത്. ഏലവനങ്ങൾ വനഭൂമിയല്ല എന്നും റവന്യൂ വകുപ്പിന്റെ പൂർണ്ണ അധികാരമുള്ള റവന്യൂ ഭൂമിയാണ് എന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് കർഷകരോട് നിന്ന് കർഷക താല്പര്യം സംരക്ഷിക്കപ്പെടാനായി സുപ്രീം കോടതിയിൽ പ്രഗത്ഭനായ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്തയെ ഈ കേസിന്റെ അഭിഭാഷകനായി നിയമിക്കുകയും ചെയ്ത കേരള സർക്കാരിന്റെ തീരുമാനവും ശ്ലാഘനീയമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടത്തിന് കടിഞ്ഞാനിടാൻ സഹായകരമാകും വിധം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ വനസംരക്ഷണ ഭേദഗതി 2023 ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ മുൻ ചീഫ് പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്രീമതി പ്രകൃതി ശ്രീവാസവ് ഉൾപ്പെടെ 13 റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥർ, 1100 IFS ഉദ്യോഗസ്ഥർ 1164/2023 നമ്പറായി സുപ്രീം കോടതി നൽകിയ റിട്ട് ഹർജിയിൽ വാദം നടന്നു വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ജോലി ചെയ്ത പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വീണ്ടും കേസ് നടത്തുന്നത്. ഈ സുപ്രീം കോടതി 2202/1995 നമ്പറായിട്ട് ഗോദാവരി തിരുമുൽപ്പാട് കേസിൽ ഫയൽ സ്വീകരിച്ച് 96 നടത്തിയ ഉത്തരവിൽ വിശദീകരിച്ചിട്ടുള്ള നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള വനങ്ങൾ ഏതൊക്കെയാണ് എന്നത് സംബന്ധിച്ച ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് 31/3/2020 നമ്മൾ ഇരിക്കുന്ന ഈ മാസം 31-ാം തീയതിക്ക് മുമ്പ് കേരളത്തിൽ ആകെ എത്ര വനമുണ്ടെന്നും അത് ഏതൊക്കെയാണെന്നും കൃത്യമായി രേഖപ്പെടുത്തി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നൊരു ഉത്തരവ് വന്നിരിക്കുകയാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് ഇത്. ഇപ്പോൾ വനം വകുപ്പിന്റെ ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥന്മാരല്ല ഇതിന്റെ പിന്നാലെ, തെരഞ്ഞെടുപ്പിന്റെ പിന്നാലെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും അല്ല, ഈ ജനകീയ പ്രശ്നം അവർക്ക് വിഷയമല്ല. ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും ഈ പ്രചരണങ്ങളുടെ എല്ലാ ഇടയിൽ ഈ വിദഗ്ധന്മാരായ ഉദ്യോഗസ്ഥന്മാർ നമ്മളറിയാതെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയാതെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കി സുപ്രീം കോടതിയിൽ കൊടുത്താൽ അടുത്ത വന നിയമത്തിന്റെ പരിധിയിലേക്ക് നമ്മൾ ചിന്തിക്കാത്ത പ്രദേശങ്ങൾ കൂടി കടന്നുകൂടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് ഈ സർക്കാരിനെ കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നിന്ന് എല്ലാ സംഘടനാ നേതാക്കന്മാരും വളരെയധികം ജാഗ്രതയോടുകൂടി നിന്ന് ഈ റിപ്പോർട്ടിൽ ജനവാസ മേഖലകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു
ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഫോറസ്റ്റുകളല്ലാത്ത ഒരു സെന്റ് ഭൂമി പോലും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തത്തക്ക രീതിയിലുള്ള ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിലേക്ക് പോയില്ല എങ്കിൽ ഇത് നമുക്ക് വളരെ ഈ കേസിന്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല ഇടുക്കിയിലെ ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ വിഷയം ഒരുപാട് ഈ കേസിനെ സംബന്ധിച്ച് ഒത്തിരി വ്യാജ പ്രചരണങ്ങളും വാർത്തകളും പ്രചരിക്കുകയും ഈ കേസിനെ സംബന്ധിച്ച് വലിയ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കണക്കും വളരെ സുതാര്യമായി ഈ കേസ് നടത്തുന്നതിന് സമിതിയും പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഈ ഇടുക്കി ജില്ലയിലെ ഏലം കൃഷിക്കാരുടെ മാത്രമല്ല ഇടുക്കി ജില്ലയിലെ ഏലങ്ങളുടെ കാടുകൾ വനമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് ഏറ്റവും വലിയ റിസർവ് ആയിരിക്കും. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിസർവുകളിൽ ഒന്നായിട്ട് അത് മാറിപ്പോവും. പിന്നെ അതിൻ്റെ സമീപ പ്രദേശങ്ങൾ പോലും മനുഷ്യവാസം യോഗ്യമല്ലാത്ത രീതിയിലുള്ളൊരു വനപ്രദേശം മാറും എന്നുള്ള ചിന്തയോട് വേണം. അതുകൊണ്ട് ഇടുക്കിയിലെ ഏലം കൃഷിക്കാരുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ കർഷകരുടെയും പ്രശ്നമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ പി ആർ സന്തോഷ്.